പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം നാളെയാണ്. മഞ്ചേരിയിലെ രാഷ്ട്രീയ വിശദീകരണ സമ്മേളനത്തിൽ പേര് പ്രഖ്യാപിക്കും. മതേതരത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായിരിക്കും രൂപീകരിക്കുക എന്ന് PV അൻവർ വ്യക്തമാക്കിയിരുന്നു. ജനകീയ വിഷയങ്ങൾ ഉയർത്തി പാർട്ടി പ്രവർത്തനത്തിൽ സജീവമാകാനാണ് അൻവറിന്റെ നീക്കം. അഷ്കർ അലി കരിമ്പ ചേരുന്നു മലപ്പുറത്ത് നിന്നും. അഷ്കർ, ശ്രദ്ധേയമായി മലബാറിൽ ഏത് രീതിയിലായിരിക്കും അൻവറിന്റെ പാർട്ടി പ്രവർത്തിക്കുക എന്നത് തന്നെയാണ് ചോദ്യം. എന്ത് ചലനമാക്കും അൻവറിനുണ്ടാക്കാൻ കഴിയുക എന്നതും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. ഒരുക്കങ്ങൾ പൂർണ്ണമായോ? എന്താണ് PV അൻവറിന്റെ നിലപാട്? വിനിത, ഞാനിപ്പോൾ നിൽക്കുന്നത് നാളെ PV അൻവർ തൻ്റെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കാൻ പോകുന്ന ആ വേദിക്ക് സമീപമാണ്. അതിൻ്റെ പണി തകൃതിയായി നടക്കുന്നു എന്നുള്ളതാണ്. മലപ്പുറം മഞ്ചേരിയിൽ ജസീല ജംഗ്ഷനിലാണ് ഇത്തരത്തിൽ ബൈപ്പാസ് റോഡിൽ തന്നെയാണ് ഇത്തരത്തിലൊരു സമ്മേളന വേദി ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വലിയ തോതിൽ തകൃതിയായി അതിൻ്റെ വേദിയുടെ നിർമ്മാണം മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നു. എന്തായാലും നാളെ PV അൻവറിൻ്റെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കാൻ പോകുന്നു. കേരള ചരിത്രത്തിൽ പുതിയൊരു രാഷ്ട്രീയ പാർട്ടി കൂടി വരുന്നു എന്നുള്ളൊരു പ്രാധാന്യം കൂടിയുണ്ട്. അതിനപ്പുറത്തേക്ക് ഇടതുപക്ഷവുമായി ചേർന്ന് പ്രവർത്തിച്ചിരുന്ന MLA, ഇടതുപക്ഷത്തിൻ്റെ സ്വന്തം MLA ആയിരുന്ന ഭരണകക്ഷി MLA ആയിരുന്ന MLA ആ മുന്നണി ബന്ധം ഉപേക്ഷിച്ച് പുറത്തു വരികയും പിന്നീട് ആ പാർട്ടിയും സർക്കാരും പ്രതിരോധത്തിലാക്കി വലിയ വിവാദങ്ങളിലേക്ക് തള്ളിവിട്ടതിന് ശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പാർട്ടി പ്രഖ്യാപനവുമായി വരുന്നത്. വലിയ രാഷ്ട്രീയ പ്രാധാന്യം ഈ ഘട്ടത്തിലുണ്ട്. CPM അടക്കം PV അൻവറിനെ പരിഗണിക്കാതെ മാറ്റി നിർത്താൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ PV അൻവറിൻ്റെ ആരോപണങ്ങളിൽ പ്രതികരിക്കാതെ ആ വിവാദം അവസാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും PV അൻവർ മുന്നോട്ട് തന്നെ പോകുന്നു എന്നുള്ളതാണ്. PV അൻവറിൻ്റെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം, അതിൻ്റെ ഭാവി, അതിൻ്റെ സംഘടന ശൈലി, അതിൻ്റെ നയങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ ചർച്ചയാവുമെന്ന കാര്യത്തിൽ സംശയമില്ല. PV അൻവർ ഇപ്പോൾ അവകാശപ്പെട്ടിരിക്കുന്നത് പൂർണ്ണമായും മതേതര സ്വഭാവത്തിലുള്ള ഒരു പാർട്ടിയായിരിക്കും തൻ്റേത്. തനിക്ക് യുവാക്കളുടെ ഭാഗത്തു നിന്ന് വലിയ പിന്തുണ ലഭിക്കുകയും ചെയ്യുമെന്നായിരുന്നു PV അൻവർ ആദ്യം പ്രഖ്യാപിച്ചതെങ്കിൽ ഇന്നലെ തനിക്ക് ലഭിക്കുന്ന പിന്തുണ കൂടി PV അൻവർ വെളിപ്പെടുത്തുകയുണ്ടായി. കണ്ണൂരിലെ ഒരു പ്രബലനായ നേതാവ് തനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നായിരുന്നു PV അൻവറിൻ്റെ പ്രഖ്യാപനം. അതുപോലെ തന്നെ സമാനമായ രീതിയിൽ ഭരണപക്ഷത്തുള്ളതും പ്രതിപക്ഷത്തുമുള്ളതുമായ MLA മാരും മുൻ MLA മാരും അടങ്ങുന്ന വലിയൊരു വിഭാഗം തനിക്ക് പിന്തുണയുമായുണ്ട്. അതുപോലെ തന്നെ ക്രൈസ്തവ സഭാ തിരുമേനിമാരുമായി കഴിഞ്ഞ ദിവസം 3ഓളം തിരുമേനിമാരുമായി താൻ ചർച്ച നടത്തി. അവരൊക്കെ തന്നെ തനിക്ക് വിഷയാധിഷ്ഠിത പിന്തുണ നൽകുന്നു എന്നുള്ളതാണ്. അൻവറിൻ്റെ ആരോപണങ്ങളെ വലിയ വിഭാഗം പൊതുസമൂഹം പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ പോലും അത് രാഷ്ട്രീയ പാർട്ടിയെ രൂപീകരിക്കുമ്പോൾ ആ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനത്തിന് ശേഷം അൻവറിനൊപ്പം ആരൊക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ ആ പാർട്ടിക്കൊപ്പം ആരൊക്കെ ഉണ്ടാകും എന്നുള്ളതും വലിയൊരു ചോദ്യമാണ്. കാരണം